ഹലോ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അങ്ങനെ ഓണം അടുത്തെത്തിയില്ലേ. ഇന്ന് അത്താണ്. അത്ത മുതൽക്കൊരു 10 ദിവസം മുറ്റത്ത് പൂക്കളങ്ങളൊക്കെ ഒരുക്കുന്ന ഒരു പതിവുണ്ട്. അപ്പോൾ നമ്മളും ഇന്ന് ചെറിയൊരു പൂക്കളം ഒരുക്കാനായിട്ട് കുറച്ച് പൂവിനായിട്ട് ഇറങ്ങിയതാണ് കേട്ടോ. ഞാൻ പൂവ് പുറത്തുനിന്ന് വാങ്ങിച്ചിട്ടൊന്നുമില്ല. ആ ഓണത്തിൻ്റെ അടുത്തൊക്കെ ആകുമ്പോഴാണ് ഞാൻ പുറത്തുനിന്ന് പൂവ് വാങ്ങിച്ചിട്ട് കുറച്ച് വലുതാക്കി ഇടണമല്ലോ. അപ്പോഴൊക്കെയാണ് വീട് പുറത്തുനിന്നൊക്കെ പൂവ് വാങ്ങിച്ചിട്ടിടാറുള്ളൂ. അല്ലാത്ത സമയത്ത് ഇത് അതേപോലെ ചുറ്റുപുറമൊക്കെ ഉള്ള പൂക്കളൊക്കെ ഒന്ന് പൊട്ടിച്ച് അതൊക്കെ എടുത്തിട്ടുള്ള ഉപയോഗിച്ചിട്ടാണ് കേട്ടോ ചെറിയൊരു പൂക്കളൊക്കെ ഒരുക്കാറ്. അതൊരു രസമല്ല, ഇങ്ങനെ നമ്മൾ വാങ്ങിച്ചിട്ട് അങ്ങനെ ഇടുമ്പോൾ അതിനൊരു രസമില്ല. ഇതിങ്ങനെ കുറേ പൂക്കളൊക്കെ നമ്മൾ പൊട്ടിച്ച് കൊണ്ടുവന്ന് അതുകൊണ്ടൊക്കെ ഒന്ന് ഇടുമ്പോൾ അതൊരു പ്രത്യേക ഒരു സുഖമാണ്. പ്രത്യേകിച്ച് ഞങ്ങൾക്കൊക്കെ ചെറുപ്പത്തിൽ ഇങ്ങനെ കുറേ പൂക്കളൊക്കെ പൊട്ടിച്ച് കൊണ്ടുവന്ന ആ ഒരു ഓർമ്മയിലേക്കൊക്കെ നമുക്ക് പോകാനായിട്ട് പറ്റും. അതുകൊണ്ട് ഞാൻ ആ കുറച്ച് ദിവസങ്ങളൊക്കെ ഇങ്ങനെ പൂക്കളൊക്കെ പൊട്ടിച്ചിട്ടൊക്കെ തന്നെയാണ് കേട്ടോ പൂവിടാറ്. ഇതാ കുറച്ച് ചെമ്പരത്തി പൂ ഇവിടെ നിന്ന് കിട്ടിയിട്ടുണ്ട്. ഞാനിവിടുത്തെ കുറച്ച് പൂക്കൾ ചിലപ്പോൾ നിങ്ങൾ ചില ആളുകൾ കണ്ടിട്ടുണ്ടാവില്ല. കാണാത്ത കുറച്ച് പൂക്കളൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. ഒന്നുണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല. സാധാരണ ഞാൻ ഇതിനെ നടന്നു പോകുമ്പോൾ ഇതിൻ്റെ വക്കത്തൊക്കെ ആയിട്ട് കുറേ പൂക്കൾ ഉണ്ടാവാറുണ്ട്. അപ്പോൾ അത് എപ്പോഴും ഉള്ളൊരു പതിവാണ്. കാരണം ഓണത്തിൻ്റെ ആ ഒരു സമയമാകുമ്പോൾ അധികം പൂക്കളൊന്നും ഉണ്ടാവില്ല. അതിന് മുന്നേ ആയിട്ട് ഒരുപാട് പൂക്കൾ ഇതിൻ്റെ വക്കത്തൊക്കെ ഇങ്ങനെ പൂത്ത് നിൽക്കാറുണ്ട്. അപ്പോൾ കുറച്ച് ചെമ്പരത്തി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി കുറച്ച് കൂടുതലുണ്ട്, പക്ഷെ അതെനിക്ക് പൊട്ടിക്കാൻ പറ്റില്ല, കുറച്ച് ഉയരത്തിലാണ്. അപ്പോൾ കുറച്ച് ചെമ്പരത്തി നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇതാട്ടോ അതിൻ്റെ വെയിലല്ല, പണ്ടൊക്കെ വെയിലുള്ളപ്പോൾ അതിൻ്റെ ഈ തറ്റത്തൊക്കെ ഉണ്ടാവും ഒരു ചെറിയൊരു സൂര്യകാന്തി പോലെ കുഞ്ഞൊരു മഞ്ഞപ്പൂവ്. അത് കുറച്ച് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് ദൂരം കൂടി അങ്ങോട്ട് പോയി കഴിഞ്ഞിട്ടുണ്ടെന്ന് വെച്ചാൽ ഞാൻ അവിടെ ഒരു പൂവ് കാണിച്ചു തരാം കേട്ടോ. അധികം ആരും അങ്ങനെ കണ്ടിട്ടുണ്ടാവില്ല. ഞാൻ കാണിച്ചു തരാം. കണ്ടോ, വൈറ്റ് കളറിലൊരു പൂവ് കണ്ടോ. ഇതൊരു തോട്ടവാഴ എന്നൊക്കെ പറയും, അതേപോലത്തെ ഒരു പൂവാണ്. കറക്റ്റ് എനിക്ക് പേരറിയില്ല കേട്ടോ. ഇനി ഇതാ മറ്റൊരു പൂവ് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അത് കണ്ടോ, ഇതിൻ്റെ പേര് കൃഷ്ണകിരീടം എന്നാണ്. ഇതൊരു കിരീടം പോലത്തെ ഒരു ഷേപ്പിലുള്ളൊരു പൂവാണ് കേട്ടോ. ഒരു റെഡ് കളറിലുള്ളൊരു പൂവാണ്. ഇതിന് പറയുന്നതാണ് കൃഷ്ണകിരീടം എന്നാണ് ഇവിടെയൊക്കെ പറയുക. അപ്പോൾ ഈ പൂവ് മുന്നേയൊക്കെ കുറേ ഇതിങ്ങനെ എല്ലാ സ്ഥലത്തും ഉണ്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ അധികം അങ്ങനെ കാണാറില്ല, കുറച്ച് റെയറായിട്ട് മാത്രമാണ്. അവിടെ ഇവിടെയൊക്കെ 1-2 സ്ഥലത്തൊക്കെ അങ്ങനെയാണ് ഇപ്പോൾ കാണുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഇതുവരെ കാണാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്. ഇത് അത്രയും പൂക്കളാണ് കേട്ടോ നമുക്ക് പുറത്തുനിന്ന് കിട്ടിയത്. ഇനി ഇവിടെയുള്ള കുറച്ച് പൂക്കൾ ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇത് പിന്നെ എല്ലാവർക്കും പറഞ്ഞു തരേണ്ട ആവശ്യം ഉണ്ടാവില്ല. മുക്കുറ്റി ഇതിവിടെ എവിടുന്നും അല്ല കേട്ടോ. ഇതിവിടെ മുറ്റത്ത് ഇഷ്ടം പോലെ ഉണ്ട് മുക്കുറ്റി. ഇതിൻ്റെ ആ കണ്ട മഞ്ഞ കളറിലുള്ള പൂവ് അത് മാത്രം ഞങ്ങൾ മുന്നേക്ക് അത് മാത്രം പൊട്ടിച്ച് ഇങ്ങനെ പതുക്കെ ഇരുന്ന് അത് മുഴുവൻ പൊട്ടിച്ച് അത് മാത്രം ആക്കിയിട്ട് ഇടാറുണ്ടായിരുന്നു. അപ്പോൾ അതൊന്നുമില്ല. അപ്പോൾ നടുവിൽ വെക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് മുക്കുറ്റി പൊട്ടിക്കുന്നത്. അപ്പോൾ അത് മുക്കുറ്റി. ഇനിയിപ്പോൾ അടുത്തത് ഇതാട്ടോ കാശിത്തുമ്പ. ഈ 2 പൂവ് മാത്രമാണ് ഇവിടെ ഉള്ളൂ. കുറച്ച് തൊടിയിലായിട്ട് കുറച്ച് മുക്കുറ്റി അവിടെ ഇവിടെയൊക്കെ ഉണ്ടാവാറുണ്ട്. അതുപോലെ കാശിത്തുമ്പയും. ഇത് സിമൻറ്റിൻ്റെ ഇടയിൽ ഉണ്ടായതാണ് കേട്ടോ. ഞാൻ ഈ ഓണത്തിന് പൂവിടാലോ എന്ന് വിചാരിച്ചിട്ട് മാത്രം അത് പറിച്ച് കളയാതെ അവിടെ തന്നെ നിർത്തിയതാണ്. കുറേ ഉണ്ടായിരുന്നു കാശിത്തുമ്പ. അതൊക്കെ ഓണാകുമ്പോഴേക്കും കുറേയൊക്കെ പൂക്കളിൽ നിന്നൊക്കെ കൊഴിഞ്ഞു പോയി. അപ്പോൾ ഇത് മാത്രമാണ് ഇവിടെ നിൽക്കുന്നത്. അതിൽ കുറച്ച് അത്യാവശ്യം പൂക്കളുണ്ട് കേട്ടോ. ഈ 1-2 പൂക്കൾ മാത്രമാണ് ഇവിടെ ഉള്ളൂ കാര്യമായിട്ട്. അപ്പോൾ ഇനി പുറത്തുനിന്ന് വാങ്ങിച്ചാൽ മാത്രം തന്നെയാണ് പൂക്കളൊക്കെ ഇടാനായിട്ട് പറ്റുള്ളൂ. ഞാനിത് ഒരു രസം, എനിക്കിത് ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യമാണ്. നമ്മൾ പഴയ മുന്നേയൊക്കെ നമ്മളിങ്ങനെയാണല്ലോ പൂവിടുക. കാരണം ഇങ്ങനെയല്ല കേട്ടോ, തൊടിയിൽ നിന്നൊക്കെ പോയിട്ട് ഈ തുമ്പ പറഞ്ഞിട്ട് അറിയുമെന്നറിയില്ല, കുഞ്ഞ് പൂവുണ്ടാവും. അത് കുറേ ബുദ്ധിമുട്ടാണ് അത് പൊട്ടിച്ചുണ്ടാക്കാനായിട്ട്. പക്ഷേ ഇട്ടാൽ നല്ല ഭംഗിയാണ് അത് കാണാനായിട്ട്. അപ്പോൾ ഞങ്ങളതുപോലെ തുമ്പ, അതേപോലെ ഇപ്പോൾ നേരത്തെ കാണിച്ചു തന്നില്ലേ മുക്കുറ്റിയായിട്ട് ആ മഞ്ഞ പൂവുണ്ടാവും. അത് മാത്രം ഒരു ഇലയിലാക്കിയിട്ട് എത്ര നേരം വേണം, മണിക്കൂറുകൾ ഇരുന്നിട്ടാണ് അതൊക്കെ പൊട്ടിച്ചെടുത്തിട്ട് നമ്മളതൊക്കെ കൊണ്ട് പൂവിടുക. പക്ഷെ അതൊരു പ്രത്യേക ഒരു സുഖമാണ്. അത് ഈ മാർക്കറ്റിൽ നിന്ന് മേടിച്ചിട്ട് ഇടുന്ന ആ പൂവിടുമ്പോൾ ആ ഒരു സുഖം കിട്ടില്ല. പക്ഷെ അപ്പോൾ ഇതിനൊന്നും മെനക്കെടാനായിട്ട് ആർക്കും സമയമൊന്നുമില്ല. അതുകൊണ്ട് ഇപ്പോൾ അധികം പൂക്കളും ഇല്ല. അതുകൊണ്ട് നമുക്കിപ്പോൾ വാങ്ങിച്ചിടാണ്ട് വേറെ നിവർത്തിയില്ലല്ലോ. അപ്പം അത്യാവശ്യം ഒരു പൂക്കളൊക്കെ ആയിട്ടോ. ഇനി നമുക്കതൊക്കെ ഒന്ന് അരിഞ്ഞെടുത്ത്, അതങ്ങനെ ഇടാൻ പറ്റില്ല, അതൊക്കെ ഒന്ന് അരിഞ്ഞിട്ടോ കൈ കൊണ്ടൊക്കെ ഒന്ന് അരിഞ്ഞെടുത്തിട്ട് നമുക്കതുകൊണ്ടൊക്കെ ഒന്ന് ചെറിയൊരു പൂക്കളം, വലിയ സംഭവമായിട്ടൊന്നുമല്ല, ചെറിയ രീതിയിലൊരു പൂക്കളം ഇടാം കേട്ടോ. നമ്മൾ പൂവിടുന്നത് ഇവിടെയാണ് കേട്ടോ. സിറ്റ് ഔട്ടിലാണ് പൂവിടുന്നത്. അപ്പോൾ നിങ്ങൾ വിചാരിക്കേണ്ട എവിടെയാണോ പൂവിടുന്നതെന്ന്. കാരണം മുറ്റത്ത് നല്ല ചാണകമൊക്കെ മെഴുകി അതിലൊക്കെയാണ് വെച്ചിട്ട് നടുവിൽ തൃക്കാരപ്പനെയൊക്കെ ഉണ്ടാക്കും, അതിൽ മുക്കുറ്റി വയ്ക്കും, അങ്ങനെയൊക്കെ തന്നെയാണ് ഇടാറ്. പക്ഷേ ഇവിടെ അതിനുള്ളൊരു സൗകര്യമില്ല. കാരണം മുറ്റത്ത് ഇട്ട് കഴിഞ്ഞിട്ട് വെച്ചാൽ വണ്ടികളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിക്കുമ്പോഴൊക്കെ അത് നാശമായി പോവും. അപ്പോൾ ഇവിടെ ആകുമ്പോൾ ഇതിങ്ങനെ കിടന്നോളും. അതിനുള്ള മുറ്റത്ത് അതിന് മാത്രമുള്ള സ്ഥലവും ഇല്ല. അപ്പോൾ അത് കാരണം ഇവിടെ സിറ്റ് ഔട്ടിൽ ഇടുകയാണ് കേട്ടോ. അപ്പോൾ അത്രേ ഉള്ളൂ. അപ്പോൾ ഉള്ള സൗകര്യത്തിലൊക്കെ ഉള്ള പോലെയൊക്കെ നമുക്ക് പറ്റുന്ന പോലെയൊക്കെ നമ്മൾ ആഘോഷിക്കുക, അത്രേ ഉള്ളൂ. ഇപ്പോൾ കുട്ടികൾക്കൊക്കെ എക്സാം നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ അതുവരയ്ക്കും അവർ എക്സാം തീരുന്നത് വരയ്ക്കും ഈ ഡ്യൂട്ടി എനിക്കാണ്.
കാരണം അത് എക്സാം ആയതുകൊണ്ട് ആരും ഒരാളും ഈ ഭാഗത്തേക്ക് എത്തി പോലും നോക്കുന്നില്ല എന്നുള്ളതാണ്. അല്ലെങ്കിലും അവർ ഓണം ദിവസമാണ് കേട്ടോ വലുതാക്കി, അല്ലെങ്കിൽ ഉത്രാട ദിവസം തിരുവോണം ദിവസമൊക്കെ വലുതാക്കി കുറേ പൂക്കൾ വേണം അവർക്കൊക്കെ ഇടണം എന്നുണ്ടെങ്കിൽ. അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഒരു നല്ല ഭംഗിയായിട്ടൊക്കെ ഇടാൻ ഭയങ്കര ഇഷ്ടമാണ്. അതല്ലാണ്ട് ഈ കുറച്ച് പൂക്കൾ അവിടെ നിന്ന് ഇവിടുന്നൊക്കെ പൊട്ടിച്ച് കൊണ്ടുവന്ന് അങ്ങനെ ചെറിയൊരു പൂക്കളൊക്കെ ഇട്ടിടാനൊന്നും അവർക്ക് നമ്മുടെ അത്രയും വലിയൊരു താല്പര്യമൊന്നുമില്ല. പക്ഷേ എനിക്കിതിനൊക്കെ ഇപ്പോഴും ഭയങ്കര ഇഷ്ടമാണ് അവർ. കാരണം ഇടുമ്പോൾ തൊട്ടിട്ട് ഇങ്ങനെ തന്നെയല്ലേ ഇടുന്നത്, വാങ്ങിക്കുന്നു ഇടുന്നു. അതുകൊണ്ട് അവർക്ക് ഈ പൊട്ടിച്ച് കൊണ്ടുവരിക ആ ഒരു ഇതൊന്നും അവർക്ക് അറിയില്ല. പക്ഷെ നമുക്ക് അങ്ങനെയല്ല, നമ്മളത് കുറേ പൊട്ടിച്ചും കുറേ കുട്ടികളായിട്ടും ഒക്കെ പോയിട്ട് അങ്ങനെയൊക്കെ കുറേ ഇട്ടതാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അങ്ങനെ ഇടുമ്പോൾ ഭയങ്കര ഒരു സന്തോഷമാണ്. എന്താട്ടോ ഉള്ള പൂവുകൊണ്ട് ഒരുവിധം എൻ്റെ പൂവിടലൊക്കെ ഏതാണ്ട് തീർന്നു കേട്ടോ. ഉള്ളതുകൊണ്ടൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ടൊക്കെ അങ്ങനെ ഏകദേശം കുഴപ്പമില്ലാത്ത തരത്തിലൊന്ന് ഒപ്പിച്ച് വെച്ചിട്ടുണ്ട്. ഈ ഒരു ഡിസൈൻ എന്ന് പറയുന്നത് വർഷങ്ങളായിട്ടുള്ളൊരു ഡിസൈനാണ് കേട്ടോ. ഇത് തന്നെ ഈ ഒരു പൂവ് ഇനി കുറേ പൂക്കളുണ്ടെങ്കിൽ അതിൻ്റെ ഇടയിലൊക്കെ കൊടുക്കും, പിന്നെ അത് കൂട്ടും. ഇതൊക്കെ തന്നെയാണ് എന്നും എത്രയോ വർഷങ്ങളായിട്ടുള്ളൊരു ഡിസൈനാണ്, അല്ലാണ്ട് പുതുതായിട്ടുള്ള കാര്യമൊന്നുമല്ല. അങ്ങനെ പൂവിടലൊക്കെ ഒരുവിധം കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ആ പൂവിടലൊക്കെ കഴിഞ്ഞപ്പോൾ ആകെ ക്ഷീണിച്ചു. അപ്പോൾ ഇനിയിപ്പോൾ എന്തായാലും ആദ്യത്തെ ഓണമല്ലേ, അപ്പോൾ പപ്പടവും പഴമൊക്കെ ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഞാനൊന്ന് കഴിക്കട്ടെ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഒക്കെ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കണ്ട. അപ്പോൾ മറ്റൊരു വീഡിയോ ഓണത്തിൻ്റെ കുറേ വിശേഷങ്ങളൊക്കെ ആയിട്ട് മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബായ്.